സ്കൈആർക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് ഒരു 2800 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു 5 BHK വീടാണ്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് റെഡ് ബ്രിക്ക് കൊണ്ടാണ്. ആൻഡ് ഇതൊരു നോർത്ത് ഫേസിംഗ് ആയിട്ടുള്ള ഒരു ഹൗസാണ്. ഇതൊരു 9 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. ഓക്സ്ഫോർഡ് സ്കൂളിൽ നിന്നും 100 മീറ്റർ മാറിയാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എക്സ്റ്റീരിയറിൽ മൊത്തത്തിലൊരു വൈറ്റ് ടോണാണ് നൽകിയിരിക്കുന്നത്. ഇതൊരു സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹൗസാണ്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് ഈ വീടിന് അവൈലബിൾ ആയിട്ട് വരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മണക്കാടിനടുത്ത് കൊഞ്ചരവിള എന്ന സ്ഥലത്താണ് ഈ വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. വീട്ടിലെ ഫ്രണ്ട് ഡോറിനായിട്ട് തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ഡോർസിനും മലേഷ്യൻ തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ ലോക്കിനായിട്ട് ACME ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വീടിൻ്റെ ലിവിംഗ് ഏരിയ ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു ലേഔട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്, അവിടെ ഒരു ലിവിംഗ് ഏരിയ വരുന്നുണ്ട്, ഒരു ഡൈനിങ് സ്പേസ് അവൈലബിൾ ആണ്, 2 ബെഡ്റൂമാണ് വരുന്നത്, ഒരു കിച്ചൺ അവൈലബിൾ ആണ്, ഒരു വർക്ക് ഏരിയയും അവൈലബിൾ ആണ്. ഇത് വീട്ടിലെ ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെ ഒരു 10 സീറ്റർ ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ ഒരു TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഡെക്കോർസ് ഒക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. ഇതിലെ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ ഫിറ്റിങ്ങിനായി ലെഗ്രാൻഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിലായിട്ട് തന്നെ ഒരു വാഷ് യൂണിറ്റ് അവൈലബിൾ ആണ്. അവിടെ മിററും താഴെയായിട്ട് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. അടുത്തതായി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. ഇവിടെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലോഫ്റ്റ് ഏരിയ അവൈലബിൾ ആണ്. അവ ഡോർസ് യൂസ് ചെയ്ത് ക്ലോസ് ആയിട്ടാണ് വരുന്നത്. വീട്ടിലെ ഫ്ലോറിങ്ങിനായിട്ട് 4x4 സൈസിൻ്റെ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ബാത്റൂമിലേക്ക് നോക്കിയാൽ അവിടെ വാൾ ടൈൽസ് എല്ലാം ഫുള്ളി കവേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന വാൾ ടൈലാണ് അവിടെ നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻസ് ബാത്റൂമുകളിൽ അവൈലബിൾ ആണ്. വീട്ടിലെ സാനിറ്ററി ഫിറ്റിങ്ങിന് പാരിവെയർ, സേറ എന്നീ ബ്രാൻഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി കിച്ചണിലേക്ക് നോക്കിയാൽ അവിടെ ലോവർ ക്യാബിനറ്റ്, അപ്പർ ക്യാബിനറ്റ് കൂടാതെ ലോഫ്റ്റ് ഏരിയ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ഹുഡ് ആൻഡ് ഹോബിന്റെ പ്രൊവിഷൻസ് കാണാൻ സാധിക്കും. രണ്ട് വാട്ടർ ടാപ്പിന്റെ പ്രൊവിഷൻസ് അവൈലബിൾ ആണ്. കിച്ചൺ ഫർണിഷിങ്ങിനായി വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം ആക്സസ് ചെയ്യുന്നത് കിച്ചണിലൂടെയാണ്. ഇനി നമുക്ക് അതിലേക്ക് നോക്കാം. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് അവിടെ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. നേരത്തെ ബെഡ്റൂമിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ലോഫ്റ്റ് ഏരിയ അവൈലബിൾ ആണ്. അത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയും ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും അവൈലബിൾ ആണ്. ബാത്റൂമിലേക്ക് നോക്കിയാൽ അവിടെ വാൾ ടൈൽസ് ഒക്കെ ഫുള്ളി കവേർഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള വാൾ ടൈലാണ് അവിടെ നൽകിയിരിക്കുന്നത്. വീട്ടിൽ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ അവൈലബിൾ ആണ്. ഇവിടെ ലോവർ ക്യാബിനറ്റും ഒരു സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. 2 വാട്ടർ ടാപ്പിന്റെ പ്രൊവിഷൻസ് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഫ്ലോർ ആക്സസ് ചെയ്യാനുള്ള സ്റ്റെയർ കേസ് വരുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്നാണ്. സ്റ്റെയർ കേസിൽ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ ഉപയോഗിച്ചാണ്. ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് ഏരിയയിലേക്ക് നോക്കിയാൽ അതൊരു സിമ്പിൾ ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് തന്നെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു ലേഔട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ലിവിംഗ് ഏരിയ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
3 ബെഡ്റൂമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി സ്പേസും അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു കോർണറിലായിട്ടൊരു വാഷ് യൂണിറ്റ് അവൈലബിൾ ആണ്. അവിടെ ആയിട്ട് മിററും താഴെയായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതൊരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ലോവർ ക്യാബിനറ്റും അപ്പർ ക്യാബിനറ്റും അവൈലബിൾ ആണ്. ഇവിടെ ഒരു വൈറ്റ് കളർ ബാക്ക് സ്പ്ലാഷ് ആണ് നൽകിയിരിക്കുന്നത്. 2 വാട്ടർ ടാപ്പിൻ്റെ പ്രൊവിഷൻസ് കാണാൻ സാധിക്കും. ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ സ്പേസ് അവൈലബിൾ ആണ്. ലൈക്ക് ബാൽക്കണി സ്പേസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം. അവിടെ ഒരു ഗ്രീൻ മോണോട്ടോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പെയിന്റ് ആയിട്ട്. ലോഫ്റ്റ് ഏരിയ ഇവിടെ അവൈലബിൾ ആണ്. നമുക്കവിടെ സ്റ്റോറേജ് സ്പേസ് ആയിട്ടൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ ആയിട്ടാണ് വരുന്നത്. ബാത്റൂമിലേക്ക് നോക്കിയാൽ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ വാൾട്ടൈലാണ് അവിടെ നൽകിയിരിക്കുന്നത്. വാൾട്ടൈലൊക്കെ ഫുള്ളി കവേർഡായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കോർണറിലായിട്ട് തന്നെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ കാണാൻ സാധിക്കും. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. അവിടെ ഒരു ഓഫ് വൈറ്റ് ആൻഡ് പീച്ച് കളറാണ് നൽകിയിരിക്കുന്നത്. വീട്ടിലെ കംപ്ലീറ്റ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ടൈലാണ്. ഇവിടെയും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ബാത്റൂമിലേക്ക് നോക്കിയാൽ അവിടെ ഒരു വൈറ്റ് ആൻഡ് ഓറഞ്ച് കളറിലുള്ള ഒരു വാൾട്ടൈലാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ 3ാമത്തെ ബെഡ്റൂമാണ്. അതായത് ഈ വീട്ടിലെ അവസാനത്തെ മുറിയാണ്. ഈ റൂമിന് മൊത്തത്തിൽ ഒരു പിങ്ക് ഷെയ്ഡാണ് നൽകിയിരിക്കുന്നത്. വീട്ടിലെ കംപ്ലീറ്റ് പെയിന്റിങ്ങിനായി ഏഷ്യൻ പെയിന്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റൂമിൽ നിന്നാണ് ബാൽക്കണി ആക്സസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബാൽക്കണി സ്പേസ് തന്നെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ വാളിലും പില്ലേഴ്സിലും ഒക്കെ ക്ലാഡിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. നല്ലൊരു വ്യൂ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ബാൽക്കണിയിൽ ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടൊരു റെയിലിംഗ് നൽകിയിരിക്കുന്നത് കാണാം. താഴെ നിന്ന് നമുക്ക് ഈ ബാൽക്കണി സ്പേസിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്റ്റെയർസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്നാണ് നമുക്ക് ടെറസിലേക്കുള്ള സ്റ്റെയർസ് നൽകിയിരിക്കുന്നത്. അവിടെ സ്റ്റെയർസിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ 2 TC അവൈലബിൾ ആണ്. 2 കറണ്ട് കണക്ഷനാണ് വീട്ടിന് അവൈലബിൾ ആയിട്ട് വരുന്നത്. 2 വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. ടെറസിന് ഷീറ്റ് ഉപയോഗിച്ചിട്ട് റൂഫിംഗ് ചെയ്തിരിക്കുന്നത് കാണാം. കല്ലാട്ടുമുക്കിൽ നിന്നും 500 മീറ്റർ മാറിയും കൊഞ്ചിറവിള ജംഗ്ഷനിൽ നിന്നും 200 മീറ്റർ മാറിയുമാണ് ഈ വീട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലാൻഡ് വാല്യൂ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് 19 ലക്ഷം രൂപയാണ്. ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 1,60,00,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,60,00,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. ഓണറുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീട് ഇതുപോലെ അഡ്വർടൈസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്കൈ ആർക്കിനെ കോൺടാക്ട് ചെയ്യുക.